ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നമുക്ക് റെഡിയാക്കി എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വെജ് ചപ്പാത്തിയാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ചെയ്യുന്ന നോക്കാം. വെജ് ചപ്പാത്തി എന്ന് അങ്ങനെ സിമ്പിളായിട്ട് പറയാൻ പറ്റില്ല. നമുക്ക് പാവ് ബജി ചപ്പാത്തി റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഗോതമ്പ് മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 കപ്പ് ഗോതമ്പ് മാവിലേക്ക് ആവശ്യത്തിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പാവ് ബജി മസാലയാണ്, അത് ഞാനൊരു 1.5 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അത് ചെറിയൊരു എരിവൊക്കെ ഉള്ള കാരണം നിങ്ങളത് നോക്കിയിട്ട് ചേർത്താൽ മതി. അപ്പം നമുക്ക് ഇത് കൂടെ ചേർത്തിട്ട് മാവ് സാധാരണ പച്ചവെള്ളം കുഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രീതിക്ക് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാം. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമ്മളിപ്പോൾ സാധാരണ പാവ് ബജി മസാല എന്ന് പറയുന്ന സമയത്ത് അധികം ട്രൈ ചെയ്യാത്ത ആൾക്കാരായിരിക്കും. നമ്മളതും കേരളത്തിൽ എന്ന് പറയുന്ന സമയത്ത് അധികം ഒന്നും ഈ ഒരു റെസിപ്പീസുകളൊന്നും ചെയ്യാറില്ല. എന്നാൽ ഇത് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി പറയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചത് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്കുള്ള ഫില്ലിങ്സിനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി 3 ടീസ്പൂൺ എണ്ണയും കൂടെ തന്നെ 1 ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നല്ല സോഫ്റ്റ് ആകുന്ന രീതിക്ക് നമ്മുടെ ഉള്ളി ഒന്ന് വണക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ ഇനിയിപ്പോൾ വെജിറ്റബിൾസുകളെല്ലാം ചേർത്ത് കൊടുക്കണം. എന്നാലും നമ്മുടെ ഉള്ളി നന്നായിട്ട് വണക്കിയെടുക്കണം. കളറ് ചേഞ്ച് ആവാൻ പാടില്ല, പക്ഷേ സിമ്മിൽ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആകുന്ന രീതിക്ക് നമ്മുടെ ഉള്ളി ഒന്ന് വണക്കിയെടുക്കണം. ഉള്ളി ഒരുവിധം വണങ്ങിയില്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തിയുടെ ഉള്ളിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് ആ ഉള്ളി ചെറിയൊരു ക്രിസ്പിനെസ് പോലെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് നമ്മളെ പരത്തുന്ന സമയത്ത് അത് പൊട്ടി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ഉള്ളി വണക്കിയെടുക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ വെജിറ്റബിൾസും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ. അതായത് കോളിഫ്ലവറും പിന്നെ ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ്. നിങ്ങൾക്ക് വേറെ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം, പക്ഷേ നമുക്ക് മെയിൻ ടേസ്റ്റ് തരുന്നത് നമ്മുടെ കോളിഫ്ലവറാണ് കേട്ടോ. കോളിഫ്ലവർ ചേർക്കുന്ന സമയത്ത് നമുക്ക് ആ കോളിഫ്ലവർ ആ ഒരു ചില്ലിയുടെ ആ ഒരു ടേസ്റ്റും ആ ഒരു മണവും നമുക്ക് കിട്ടും. കോളിഫ്ലവർ ചില്ലി നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതുപോലെ ആ ഒരു ടേസ്റ്റ് നമുക്ക് മണവും തരുന്നത് നമ്മൾ ഈ കോളിഫ്ലവർ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു 2-3 കഷ്ണമാണെങ്കിലും നമുക്ക് കോളിഫ്ലവർ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമുക്ക് ഈ ഒരു ഫില്ലിങ്സ് നമുക്ക് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ഈ ഫില്ലിങ്സ് ഒക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം, നല്ല സ്മാഷ് ചെയ്ത് കൊടുക്കണം. നല്ല സ്മൂത്തായിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അതിനുള്ള വെജിറ്റബിൾസ് ഉള്ളത് പോലും അറിയില്ല കേട്ടോ. അത്രയും നല്ല സ്മൂത്തായിട്ട് നമ്മുടെ ചപ്പാത്തി ഉണ്ടാവും. അപ്പം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ. അപ്പം ഞാൻ ഗ്രീൻ പീസ് ചേർത്തില്ല, പക്ഷേ ഗ്രീൻ പീസും നല്ല സോഫ്റ്റായിട്ട് വേവിച്ച് അതും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് നന്നായിട്ട് സ്മൂത്ത് ആക്കി എടുക്കണം കേട്ടോ. ഇപ്പം നമ്മൾ പാവ് ബജി മസാല വന്നിട്ട് നമ്മുടെ എരിവിന് ആവശ്യാനുസരണം പോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി വേവിക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ വെജിറ്റബിൾസ് വേവിക്കുമ്പോൾ തന്നെ നമ്മൾ ഉപ്പിട്ടതാണ്. അത് തന്നെ ഇപ്പം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, അത് തന്നെ എനിക്ക് കറക്റ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മാവിലും ഉപ്പിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പച്ചമുളകൊക്കെ ചേർക്കുന്ന സമയത്ത് ചേർക്കണമെങ്കിൽ ചേർക്കാൻ, ഞാൻ കുട്ടികൾക്ക് കൊടുക്കേണ്ട കാരണം ഞാൻ ചേർത്തിട്ടില്ല. അപ്പം ഞാനൊരു 2 ടീസ്പൂൺ മസാല ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കത് മാറ്റി വെച്ചേക്കാം. മല്ലിയില വേണമെങ്കിൽ മല്ലിയിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് ചെറിയ സൈസിലേക്കാണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് വലിയ സൈസിലേക്കായിട്ട് എടുക്കണം കേട്ടോ. അതായത് നമ്മൾ ഫില്ലിങ്സ് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഒരുവിധം വലിയ സൈസിലേക്ക് മാവ് എടുക്കുമ്പോഴേ നമ്മൾ ഫില്ലിങ്സും വെച്ച് കൊടുത്തിട്ട് അത് പരത്തുന്ന സമയത്ത് നമ്മുടെ മാവിന് ഒരു ചെറിയൊരു തിക്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഒരുപാട് നൈസായിട്ട് പരത്തിയാലും പെട്ടെന്ന് മസാലകളെല്ലാം പുറത്ത് വരികയും ചെയ്യും. അപ്പോൾ അതുതന്നെ നമ്മൾ ഒരുവിധം വലിയ സൈസിലേക്ക് ഉരുള എടുത്തിട്ട് നന്നായിട്ട് ചെറിയൊരു നമ്മൾ ഭൂരിയൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ ഒരു അളവിലേക്ക് നമ്മൾ പരത്തി കൊടുത്തിട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ പരത്തിയതിന് ശേഷം അതിലേക്ക് ഞാൻ ഫില്ലിങ്സ് 1 ടീസ്പൂൺ ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതലായിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പം തന്നെ ഒരു മീഡിയം സൈസിലേക്കുള്ള ഒരു ചപ്പാത്തിയാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ 1 സ്പൂൺ തന്നെ വെച്ചത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ആക്കിയതിന് ശേഷം ജസ്റ്റ് ഉള്ളിലേക്കൊന്ന് അമർത്തി കൊടുക്കാം. അത് എടുക്കണ്ട കേട്ടോ. എടുക്കുന്ന സമയത്ത് നമ്മുടെ മാവ് ഒരുപാട് നൈസാകുമ്പോൾ ഒരുപാട് വലുതായിട്ട് പരത്താൻ പറ്റില്ല, വളരെ ചെറിയൊരു അളവിലേക്ക് നമുക്ക് പരത്താൻ പറ്റുള്ളൂ. പിന്നെ ചെറിയ അളവിലേക്ക് നമുക്ക് പരത്തിയാൽ കുഴപ്പമില്ല, പക്ഷേ തിക്നെസ് കൂടിയാൽ നമുക്ക് ഉള്ളിലത്തെ മാവ് വേവില്ല. നമ്മുടെ ചപ്പാത്തിയുടെ പുറം ഭാഗം വേവും, ചിലപ്പോൾ ഉള്ളിലെ മാവ് വേവാനും ചാൻസ് കുറവാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കളർ ചേഞ്ച് ആവുകയും ചെയ്യും, നമ്മുടെ ചപ്പാത്തി ഉള്ളിൽ വേവാതെ രീതിക്ക് ആവുകയും ചെയ്യും. അപ്പോൾ ഇത് കണ്ടല്ലോ, നമ്മുടെ ഉള്ളിൽ ഫില്ലിങ്സും വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ പരത്തിയെടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ കല്ല് വന്നിട്ട് ഒരുവിധം സിമ്മിലാക്കി വെക്കുക കേട്ടോ. നമുക്ക് അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് വെന്ത് വരികയും ചെയ്യുള്ളൂ. അതുപോലെ നമ്മുടെ ചപ്പാത്തിക്ക് കളർ മാറാതെ കറക്റ്റായിട്ട് റെഡിയാക്കി എടുക്കാനാണ് നമ്മൾ സിമ്മിൽ വെക്കാൻ പറഞ്ഞത്.
നല്ല സിമ്മിൽ വെച്ചിട്ട് ഒന്ന് വെന്ത് വന്നതിന് ശേഷം പിന്നെ നെയ്യോ ബട്ടറോ, ഞാനിപ്പോൾ ബട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാവും. ഇല്ലെങ്കിൽ നെയ്യ് ഉപയോഗിക്കട്ടെ. ഓയിൽ ചേർക്കുന്നതിനേക്കാളും നെയ്യാകുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഞാൻ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ അതേതാ ചേർത്ത് കൊടുക്കുന്നത് അത് നമ്മുടെ ഇഷ്ടാനുസരണം പോലെ ചേർത്ത് കൊടുക്കാം. സാധാരണ വെജ് മിക്സിൻ്റെ നമ്മൾ ചപ്പാത്തിയും അതുപോലെ ആലു പൊറോട്ട അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയവരായിരിക്കും. പക്ഷേ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടെ. നമ്മൾ സാധാരണ ആ ഒരു പാവ് വെജ് മസാല ഇത്രയും നമുക്കൊരു ടേസ്റ്റ് കിട്ടുന്ന ഞാൻ എന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ വീട്ടിലൊക്കെ ആലു പൊറോട്ട ഉണ്ടാക്കിയാൽ ഭക്ഷണം കഴിച്ച് തീരോളം വിഷമങ്ങളോടെ തന്നെ ഭക്ഷണം കഴിക്കുന്ന ദിവസങ്ങളായിരിക്കും കേട്ടോ. നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ഞാൻ ചെറുതായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവോ കഴിക്കുമോ എന്നൊക്കെ ഞാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു റെസിപ്പി നമ്മൾ ഉണ്ടാക്കിയപ്പോൾ അവർ ഒന്നിന് കൂടുതലായിട്ട് തന്നെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മസാല വന്നിട്ട് നല്ല സ്മൂത്ത് ആയിട്ടാണ് നമ്മൾ റെഡിയാക്കിയത്. അത് കാരണം നമ്മൾ ഉള്ളിൽ വെച്ചിരുന്ന ഫില്ലിങ്സ് പോലും കുട്ടികൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ലൊരു തിക്നെസ് ഉണ്ടായിരുന്നു. ഉള്ളിൽ എന്തോ ഒരു മസാല വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി. പക്ഷേ അതൊരു വെജിറ്റബിൾസിൻ്റെ മിക്സ് ആണെന്നൊന്നും അവർക്ക് മനസ്സിലായില്ല. അത്രയും വെച്ചതിൻ്റെ അറിഞ്ഞില്ല. ആ ഒരു ടേസ്റ്റും ആ മൈൽഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് അതുപോലെ സ്മൂത്ത്നെസ് സോഫ്റ്റ്നെസ് എല്ലാം കൊണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റും ആയിരുന്നു. ഉറപ്പായിട്ടും നമ്മൾ അധികം ഒന്നും ഈ ഒരു റെസിപ്പീസിലൊന്നും അധികം ചെയ്യാറില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കുന്ന സമയത്തും ഇതിപ്പോൾ 2 എണ്ണം കഴിക്കുന്ന സമയത്ത് തന്നെ ഒരു 1.5 കഴിച്ചാൽ തന്നെ മതിയാവും. വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ 2-3 എണ്ണമൊക്കെ കഴിക്കുമ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ഒരു 1.5 ഉണ്ടെങ്കിൽ തന്നെ മതിയാവും. അപ്പം തന്നെ അവർക്കത് വയറ് നിറയും. ഓൾറെഡി നമ്മൾ ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു 1.5 ഭാഗം കഴിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് വയറ് ഫുള്ളാവും. നല്ല ടേസ്റ്റുമാണ്. അതേ സമയത്ത് നമുക്ക് ചൂടാറിയാലും ഈ ഒരു സോഫ്റ്റ്നെസ് കുറയൂല. ജസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ബട്ടറൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിലും വൈകുന്നേരം ആയാലും ഇതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് കുറയുന്നില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ സൈഡ് ഡിഷ് ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് സൈഡ് ഡിഷ് വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ തൈര് ഉണ്ടെങ്കിൽ തൈരിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഈ ഒരു സൈഡ് ഡിഷ് എടുത്ത് കഴിക്കുകയാണെങ്കിൽ കഴിക്കാം. ഇല്ല മസാല ആണെങ്കിലും മസാല ഏത് മസാലയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കിപ്പോൾ ഉള്ളിൽ ഫില്ലിങ്സ് വെച്ച് കാരണം നമുക്ക് മസാലയുടെയോ അല്ലെങ്കിൽ ഒരു സൈഡ് ഡിഷിൻ്റെ തന്നെ ആവശ്യമില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയ കാരണം ആർക്കും കഴിക്കാൻ ഒരു മടി ഉണ്ടായിരുന്നില്ല. ചോദിച്ച് മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ ഞാൻ ഉള്ളിൽ നമുക്കിത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഉള്ളിൽ ഫില്ലിങ്സ് ഒക്കെ നമ്മൾ വെച്ച് കൊടുത്തതാണല്ലോ. അപ്പോൾ ആ ഫില്ലിങ്സ് വെച്ചത് പോലും അറിയാത്ത രീതിക്ക് നമ്മൾ നല്ല സ്മൂത്താക്കി റെഡിയാക്കിയ കാരണമാണ് ഇത് കണ്ടില്ലേ നമ്മുടെ ഉള്ളിലെ ഫില്ലിങ്സ് പോലും അറിയാത്ത രീതിക്ക്. അപ്പോൾ ഇതുപോലെ റെഡിയാക്കുന്ന സമയത്ത് എല്ലാവരും കഴിച്ചു പോകും. നല്ലൊരു വെറൈറ്റി റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.